അതെനിക്കറിയണ്ടേ? ഇത് ഞാനാണോന്ന്? എടോ, ഞാൻ 100% ഉറപ്പിച്ച് പറയാം, അതിന് ഒരു ചാൻസും ഇല്ല. താൻ ആ മാസിനെ അവിടെ കൊണ്ടുവച്ചേ, വെറുതെ ആവശ്യമില്ലാത്ത ടെൻഷൻ തലവെക്കണ്ട. കണക്കില്ലാത്ത കോടികളുടെ നഷ്ടം കണിമംഗലം ഗ്രൂപ്പിനെ കാത്തിരിക്കുന്നു. ഒരറ്റം പരിശോധിച്ചപ്പോ തന്നെ വരുൺ നല്ല ടെൻഷനില്ല. ഇനി അങ്ങോട്ട് ആളി കത്താൻ തുടങ്ങുവാണെന്ന് പാവത്തിന് അറിയില്ലല്ലോ. താൻ സേഫ് ആയിരിക്കുമല്ലോ? നോ പ്രോബ്ലം. എന്നെ വരുൺ തന്നെ സംരക്ഷിച്ചോളൂ. ദാ ഇപ്പൊ തന്നെ ഞാൻ വരുണിന്റെ ക്യാബിനിൽ നിന്നാ വരുന്നത്. എന്റെ സഹായമാണ് വരുൺ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. താങ്ക് യു ബെഞ്ചമിൻ. അച്ഛൻ പുറത്തിറങ്ങുമ്പോഴേക്കും അതിന്റെ നാശം ഏകദേശം പൂർണ്ണമാവണം. പിന്നെ ഒന്ന് കുഴി തോണ്ടി മൂടുന്ന ചടങ്ങേ ഉള്ളൂ. അത് അച്ഛന് തന്നെ വിട്ടുകൊടുക്കണം. കുഴി തോണ്ടുകയോ കുളം കുത്തുകയോ എന്താന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തു. പക്ഷേ ഗൗതം, ഇക്കാര്യത്തിലൊന്നും എന്റേതല്ല ബ്രെയിൻ. എന്റെ സഹോദരി സാറയുടേതാ. അത് മറന്നു പോകരുത്. ഇല്ല ബെഞ്ചമിൻ, സാറേ ഇപ്പോ എനിക്കും അച്ഛനൊക്കെ വേണ്ടപ്പെട്ട ആളല്ലേ. ആ സൗഹൃദം അങ്ങനെ തുടർന്നു പോണം. നമുക്കേ ഒരുപാട് ദൂരം സഞ്ചരിക്കാനുള്ളതാ. ഓക്കെ ഗൗതം. ഓക്കെ. തൽക്കാലം ഞാൻ എന്റെ സാറിനെ സമാധാനിപ്പിക്കാനുള്ള ചില പൊടിക്കൈകളൊന്ന് ചെയ്തോട്ടെ. ഹലോ. വരുൺ എപ്പോഴാ വന്നേ? താനാ മാഗസിനിൽ ലയിച്ചിരിക്കല്ലേ? എന്താ സംഭവം? ശരിക്കും ഞാൻ നോക്കിയതാ. ഞാനും ശ്യാമ മാഡവും തമ്മിൽ ഒരു വ്യത്യാസം ഇല്ലല്ലേ? അത് മുമ്പേ ആളുകളൊക്കെ പറയുന്നല്ലേ, അതിലെന്താ പ്രത്യേകത? ശ്യാമ മാഡം പറഞ്ഞത് ശ്യാമ മാഡത്തിന്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടെന്നാ. ഞാനേ അതെന്നെ ആലോചിക്കായിരുന്നു. അതിപ്പോ ശ്യാമ മേഡത്തിനെ ആരാധിക്കുന്ന എല്ലാവരും അതിനായിരിക്കും ഓർക്കുന്നത്. എടോ, അത്രയ്ക്ക് വിഷമം പിടിച്ചൊരു കഥയല്ലേ മേഡം പറഞ്ഞത്? വരുൺ എന്താ തോന്നുന്നേ? ആ കുഞ്ഞ് ഞാനായിരിക്കോ? താനും ചുമ്മാ ഇരുന്നേ. ഞാനേ അന്ന് തമാശക്ക് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോ താനിന്ന് ബഹള വെച്ചത്. ഇത്രയും വലിയൊരു സെലിബ്രിറ്റിയെ കുറിച്ച് ആവശ്യമില്ലാതൊന്നും പറഞ്ഞ് നടക്കില്ലെന്നാ എന്നോട് പറഞ്ഞത്. ഞാൻ അന്നേ അത് വിട്ടതാ. അങ്ങനെയല്ല വരുൺ. ആദ്യമൊന്നും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ ഇന്ന് ശ്യാമ മാഡം പറഞ്ഞ കഥ കേട്ടപ്പോ. ഇന്നത്തെ കഥയിൽ എന്തോടെ പ്രത്യേകത? എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ഒരു പ്രത്യേകതയില്ലേ? അപ്പൊ ശ്യാമ മാഡത്തിന്റെ കുഞ്ഞവിടെ? ഇത്രയും ക്രൂരന്മാരായ ആളുകളുടെ ഇടയിലല്ലേ ചെന്ന് പെട്ടത്. ശ്യാമ മാഡത്തിന്റെ ഭർത്താവിനെ വെട്ടിക്കൊന്നു കളഞ്ഞില്ലേ? എന്നിട്ടാണോ ഇത്തിരി പോന്നൊരു കുഞ്ഞിനെ? അതിനെ അവർ കൊന്നിട്ടുണ്ടാവും, ഒരു സംശയമില്ല. ഇല്ല, ആ കുഞ്ഞ് മരിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. ആ ശ്യാമ മാഡം പറഞ്ഞില്ലേ അന്ന് കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി ഒരു കുട്ടവഞ്ചിയിൽ ഒഴുക്കി വിട്ട സംഭവം? അതാ കുഴപ്പക്കാർ കണ്ടെത്തിയിട്ടുണ്ടാവും.
ഇല്ല, അവർ കണ്ടെത്തിയിട്ടില്ല. ആ, തനിക്കെന്താ ഇത്ര ഉറപ്പ്? വരുൺ, എന്നെ അച്ഛന് കിട്ടിയ കാര്യം അച്ഛൻ പറഞ്ഞിട്ടില്ലേ? അച്ഛൻ അന്വേഷിച്ചപ്പോ പുഴയിലൂടെ ഒരു കുട്ടവഞ്ചിയിലൂടെ ഞാൻ ഒഴുകി വന്നെന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പൊ രണ്ടും കൂടി കൂട്ടി വായിക്കുമ്പോ ആ, എന്തുകൂടെ രണ്ടും കൂടെ കൂട്ടി വായിക്കുന്നത്? എടോ, അത് എവിടെയോ എന്നോ നടന്ന ശ്യാമാമേടത്തിന്റെ കഥ. തന്നെ കിട്ടിയത് എത്രയോ ദൂരെയുള്ള വേറെ സ്ഥലത്തു നിന്നാ. ആ, ഞാൻ പറഞ്ഞില്ല അതുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. വരുണോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ ടെൻഷൻ മനസ്സിലാവാത്തോണ്ടാ. ആ, ഇത്രയും കാലം പെറ്റമ്മയെ കുറിച്ച് തനിക്ക് ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇതിപ്പോ എന്താ ഇങ്ങനെ? പെട്ടെന്ന് അങ്ങനെ ഒരാൾ വേണമെന്ന് എന്താ ഇത്ര തോന്നല്? അതെനിക്കറിയണ്ടേ ഇത് ഞാനാണോന്ന്? എടോ, ഞാൻ 100% ഉറപ്പിച്ച് പറയാം, അതിന് ഒരു ചാൻസും ഇല്ല. താൻ ആ മാസിനെ അവിടെ കൊണ്ടുവച്ചേ. വെറുതെ ആവശ്യമില്ലാത്ത ടെൻഷൻ തലവെക്കണ്ട. ആ, സംശയങ്ങൾ ചോദിക്കുന്നത് പോലെ താനത് മനസ്സുകൊണ്ട് ഉറപ്പിക്കണം. ശ്യാമാമേടം തന്നെയാണ് തൻ്റെ അമ്മയെന്ന്. അതുവരെ എനിക്കിങ്ങനെ പെരുമാറിയേ പറ്റൂ. സോറി രാധികേ. മോളെ, ഇന്നല്ലേ സുകുമാരിയും പ്രിയങ്കയും കോടതിയിൽ ഹാജരാക്കുന്നത്? അതെ ആന്റി, ഞാൻ ആ വിവര വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സുകുമാരിയമ്മ സൂത്രശാലിയാ. അവര് പുറത്തു കടക്കാൻ എന്തെങ്കിലും മാർഗം കണ്ടുപിടിക്കും. ഒരു സാധ്യതയില്ല. കേസ് സ്ട്രോങ്ങാ. പ്രത്യേകിച്ച് ഈ കാലത്ത് മയക്കുമരുന്ന് സംബന്ധമായ കേസുകൾക്ക് കോടതി ഒരു വിട്ടുവീഴ്ചയും കാണിക്കാറില്ല. എനിവേ, സുകുമാരിയമ്മയും പ്രിയങ്കയും ഒന്നും ഇല്ലാതിരിക്കുന്നതാ വരുണിനും രാധികയ്ക്കും നല്ലത്. ദാ വരുണ വിളിക്കുന്നത്. ഹലോ വരുൺ. ആ, ആരതി എവിടെയാ? ഞാനിവിടെ ചെറിയമ്മയുടെ അടുത്തുണ്ട്. ഞാനേ നല്ലൊരു ന്യൂസ് പറയാനാ വിളിച്ചത്, രാധികയെക്കുറിച്ച്. ഒരു മിനിറ്റ് വരുൺ, ഞാൻ ഫോൺ സ്പീക്കറിലിടാം. ചെറിയമ്മയോട് കേക്കട്ടെ. ഹലോ വരുൺ. അതെ, നമ്മുടെ ഐഡിയ വർക്കൗട്ട് ആവണമെന്നാണ് എനിക്ക് തോന്നുന്നത്. രാധിക ഇപ്പൊ വീട്ടിലെല്ലാവരോടും എൻ്റെ അമ്മ ശ്യാമാമേടം തന്നെ ആയിരിക്കുമെന്ന് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്.